ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. സമയം വൈകുന്നേരം 9 മണിയാണ്. ഞാൻ കിച്ചണിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന സമയമാണ്. ആദ്യം തന്നെ കറികളെല്ലാം തന്നെ ബാക്കിയുള്ളത് ഇതുപോലെയുള്ള ഗ്ലാസ് പാത്രങ്ങളിലാക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വലിയ വലിയ പാത്രങ്ങളൊക്കെയാണ് വെച്ചിരുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലം പോയി, മാത്രമല്ല ഫ്രിഡ്ജിന് നല്ലതുമല്ല നമ്മളങ്ങനെ കുറേ വലിയ പാത്രങ്ങളൊക്കെ വെക്കുന്നത്. ഫ്രിഡ്ജിൽ കറണ്ട് കൺസംപ്ഷൻ കാര്യങ്ങളൊക്കെ കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ പാത്രങ്ങളിലാക്കുമ്പോൾ നമുക്ക് സ്റ്റോറേജും കൂടും. മാത്രമല്ല ഇതുപോലെയുള്ള ഗ്ലാസ് പാത്രങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഈ പാത്രങ്ങളുടെയും അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. കറികളെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചെയ്യുന്നത് സ്റ്റൗ എല്ലാം തന്നെ വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റൗ നമ്മൾ ഡെയിലി ഇങ്ങനെ തുടച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി സപ്പോസ് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഴുക്ക് വല്ലാണ്ട് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബേക്കിംഗ് സോഡയും പാത്രം ലിക്വിഡും കൂടി ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ടൊരു ചെറിയ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് വെച്ചിട്ടാണ് സ്റ്റൗവും അതുപോലെ സിങ്കും ഒക്കെ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം തന്നെ വാഷ് ചെയ്ത് വെക്കാം. അപ്പോൾ കറികൾ ഉണ്ടാക്കി വെച്ച പാത്രങ്ങളും പിന്നെ ചോറ് വെച്ചിരുന്ന പാത്രമൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും കഴുകി വെക്കാണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ കഴുകി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പറ്റാവുന്നതും ഈ കാര്യം ചെയ്തിട്ട് തന്നെ പോകാനായിട്ട് നോക്കിയാൽ രാവിലെ നമ്മുടെ ജോലികൾ ഭയങ്കര ഈസി ആയിരിക്കും. കിച്ചണിൽ വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. അങ്ങനെ സമയം രാവിലെ 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് ഒരു 5:15 അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ്. പതിവ് പോലെ ആയി തന്നെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെച്ചെല്ലാം തന്നെ എടുത്ത് വയ്ക്കുകയാണ്. ചില ദിവസങ്ങളിൽ കുറച്ച് അധികം ഉണ്ടാവും, ചിലപ്പോൾ കുറവായിരിക്കും. വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും ഞാനതെല്ലാം എടുത്ത് വെച്ച ശേഷം അരി കഴുകി അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ കുക്കറിൽ എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതൊക്കെ വേഗം തന്നെ ഇപ്പോൾ തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് കടലയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേവിക്കാനുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ ആദ്യം തന്നെ ചെയ്ത് വെക്കുകയാണ്. സമയം ഇപ്പോൾ ഒരു 5:30 മണിയായി. അപ്പോൾ ഞാൻ 15 മിനിറ്റ് പ്രയർ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ നേരത്തെ കുട്ടി ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അരിയൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. കുക്കറിൽ അതവിടെ കുറച്ച് അരി ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് ഞാൻ കറികൾ ഉണ്ടാക്കേണ്ട പച്ചക്കറികളെല്ലാം തന്നെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരു 5:45 ഞാൻ മക്കളെ 2 പേര് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 പേരും എഴുന്നേറ്റ് പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനവിടെ ഇരുന്ന് കറികൾക്ക് വേണ്ടി ആവശ്യമുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് അരിയണേ. കാരണം അവർക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഞാനിവിടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മൾ മീൻകറിയും ചേന വെച്ചിട്ടുള്ള തോരനുമാണ് ഉണ്ടാക്കണേ. അപ്പോൾ മീൻകറി ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറി വെക്കുന്ന ദിവസം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ 1 കിലോ മീനുണ്ടെന്ന് വിചാരിക്കും, ഞാൻ 1/2 കിലോ വെച്ചിട്ട് 2 മൺചട്ടിയിലായിട്ട് 2 കറിയായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. അത് 2 കറിയായിട്ട് വെക്കുന്നതിൻ്റെ കാര്യം, ഒരു ചട്ടിയിലെ കറി ഒരു ദിവസം നമുക്ക് 2 നേരം എടുക്കാൻ പറ്റും. അടുത്ത ചട്ടിയിലുള്ള കറി അടുത്ത ദിവസം 2 നേരത്തേക്ക്. മീൻകറി ആണെങ്കിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, പുളിയൊക്കെ പിടിച്ച് നല്ല രസമാണ്. പക്ഷേ അത് ഒരു ചട്ടിയിൽ തന്നെ അത് മുഴുവനും ഉണ്ടാക്കിയിട്ട് 2 ദിവസത്തേക്ക് വെക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ചട്ടിയിലായിട്ട് വെച്ച് അത് കാച്ചിയൊക്കെ ഒഴിച്ച് വെച്ചാൽ രാവിലെ നമ്മൾ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ കറി നല്ല സെറ്റാവും. ഒരു പാത്രത്തിൽ തന്നെ മുഴുവൻ ഉണ്ടാക്കുമ്പോൾ അതെല്ലാവരും എടുത്തൊക്കെ വരുമ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു ഇത് പോവും. അപ്പോൾ അങ്ങനെ മീൻകറി ഞാൻ ചൂടാക്കി വെച്ചു. ചോറ് നമ്മളവിടെ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചേന കാച്ചാനായിട്ടാണ് പോണത്. അപ്പോൾ ചേന കാച്ചുന്നത് പതിവ് പോലെ തന്നെ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ചേന അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുത്തിരിക്കണം. ചേന നമ്മുടെ പറമ്പിലുണ്ടായതാട്ടോ. അപ്പച്ചന് ഇവിടെ കുറച്ച് കൃഷിപ്പണിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ കപ്പ, അതുപോലെ ചേന, പിന്നെ പപ്പക്കായ, അങ്ങനെയുള്ളതൊക്കെ, അതുപോലെ തന്നെ വാഴപ്പിണ്ടി, വാഴപ്പൂവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവരാറുണ്ട്. അങ്ങനത്തെ ഗോവയ്ക്ക, അങ്ങനെ വീട്ടുപറമ്പിലുണ്ടാകുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ചേന നമ്മളിതേ കാച്ചി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എനിക്കിങ്ങനെ ഉപ്പേരികളൊക്കെ കാച്ചി എടുത്താൽ അത് അപ്പം തന്നെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാട്ടോ. ചായയുടെ കൂടിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്ക് ഇത്തിരി മടിയാണ്. പണ്ടൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും കഴിക്കാറുണ്ട്. ഇനി ഞാൻ അപ്പത്തിലേക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, തേങ്ങാപ്പാലൊന്നും ചേർക്കാത്തത്. അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 സവാള, ഒരു 5 അല്ലി വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, വേപ്പില ഇത് ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരു പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക.
അത് വേവുന്ന നേരം കൊണ്ട് ഞാനിവിടെ കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. കോഴിമുട്ട പുഴുങ്ങുന്ന നേരത്തെ ഞാൻ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കും. അത് ചേർത്ത് ഒന്ന് മൂടി വെക്കുക, നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അവിടെ നമ്മുടെ മസാല വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കോഴിമുട്ട വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഞാനിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണക്കം മാറി സെറ്റായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് വയ്ക്കണം കേട്ടോ. നമ്മളെ കോഴിമുട്ട ഇവിടെ തിളച്ച് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂടി വയ്ക്കുക ഒരു 10 മിനിറ്റ്. 10 മിനിറ്റിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വെക്കുക. അപ്പോൾ കോഴിമുട്ട സെറ്റാവും. ഇനി ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചൂടായിട്ടുള്ള വെള്ളം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് ഈ കറി തിക്നെസ് വരുത്താനുള്ളൊരു മാർഗ്ഗം. ഇതിനായിട്ട് 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി കറി നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കറിക്ക് കണ്ടില്ലേ തിക്നെസ് വന്നു തുടങ്ങി. തിക്നെസ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ കടലമാവ് ചേർക്കാം. പക്ഷേ കറി ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കടലമാവിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പോയി ഇതുപോലെ കറി നല്ല കട്ടിയായിട്ട് വരണം. ഇനി നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കറി അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ സൈഡിൽ നമ്മൾ അപ്പം ചുട്ടെടുക്കുകയാണ്. ഇത് വെള്ളയപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് തന്നെ ചെയ്യുന്ന വേറൊരു തരത്തിലുള്ളൊരു അപ്പമാണ് കേട്ടോ. ഇത് കല്ലിലാണ് ചുട്ടെടുക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു വ്യത്യാസമുള്ളത് കട്ടിയിലായിരിക്കും മാവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. മാത്രമല്ല വെള്ളയപ്പത്തിന് നമ്മൾ തേങ്ങാപ്പാൽ അരച്ച് ചേർക്കുന്നതിന് പകരം ഇതിലേക്ക് തേങ്ങ ഡയറക്റ്റ് നമ്മൾ അരച്ചിട്ടാണ് ചേർക്കണേ. തേങ്ങയുടെ കൂടെ നമ്മൾ ചുവന്നുള്ളിയും കുറച്ച് ജീരകവും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ട് അത് ഈ പറഞ്ഞ മാവിലോട്ട് ചേർത്ത് പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ സാധാരണ വെള്ളയപ്പം നമ്മൾ വീർക്കാൻ വയ്ക്കുന്ന പോലെ തന്നെ വെച്ച് നമ്മളിതുപോലെ കല്ലിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇനി വഴി ഒരു ദിവസം കാണിച്ചു തരാം. ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ ഒരു അപ്പം. അപ്പോൾ ഞാനിവിടെ കോഴിമുട്ട ഇതേ പൊളിച്ചെടുക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വെള്ളം തിളച്ചിട്ട് അത് ഒരു 10 മിനിറ്റ് അതിൽ വെച്ച ശേഷം ഒരു 10 മിനിറ്റ് പച്ചവെള്ളം കൂടി ഒഴിച്ച് വെച്ച ശേഷമാണ് നമ്മൾ മുട്ട പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പുറത്തെ സൈഡിൽ ഇതേ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. 2 ദോശക്കല്ല് വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചേട്ടൻ രാവിലെ ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പണി കുറച്ചുകൂടി ഈസിയാണ്. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നൂലപ്പം, പുട്ട്, ഇഡ്ഡലി, ദോശ, അതുപോലെ ഇങ്ങനെയുള്ള അപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കി സെറ്റായിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ കറിയും അപ്പവും റെഡി ആയിട്ടുണ്ട്. കറി ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയുള്ള കറികളൊക്കെ. ഇവിടെ പാത്രങ്ങൾ സെറ്റ് ചെയ്യലും അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർ ചെയ്യണം. അതുപോലെ ഷീറ്റ് വിരിച്ച് വെക്കുക, അതൊക്കെ സെറ്റിങ്, ഇതൊക്കെ അവരുടെ ജോലികളാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എയർപ്രൻ ഇങ്ങനെ കെട്ടിയിട്ട് അവർ ഭക്ഷണം കഴിക്കുക. കാരണം യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായിട്ടാണല്ലോ വരണേ. അതുകൊണ്ട് അപ്പോൾ നമുക്കിനി എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒരു 8 മണി കഴിഞ്ഞപ്പോഴേക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ 9 മണിക്കൊക്കെ കഴിയും കേട്ടോ. അപ്പച്ചനും അമ്മച്ചും ഞാനും കൂടിയിട്ടാണ് 9 മണി കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഇപ്പോൾ ചേട്ടൻ വന്ന ശേഷമാണ് ഈ ഒരു ടൈമിങ് നേരത്തെ ആക്കിയത്. കാരണം മക്കളുടെ കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അതിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ഇരുന്ന് കഴിക്കുന്നത്. അമ്മച്ചി അപ്പച്ചനും കഴിക്കാൻ ഇപ്പോഴും ലേറ്റായിട്ടാണ് കഴിക്കുക. കാരണം അമ്മച്ചിക്ക് മരുന്നുകളൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ എഴുന്നേക്കാൻ കുറച്ച് നേരം വൈകും. അപ്പച്ചൻ പറമ്പിലെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടാണ് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് റോസിന് മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ്. ഹായ് ഹായ്, നല്ല മണം.
അങ്ങനെ മക്കൾ രണ്ടുപേരും ക്ലാസ്സിലോട്ട് പോയി. ഞാൻ വേഗം തന്നെ വന്ന് ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ച പാത്രമൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കിടക്കുന്ന കുറച്ച് പാത്രങ്ങളെല്ലാം തന്നെ കഴുകി വെച്ച ശേഷം കുറച്ച് നേരം പോയി മുറ്റത്ത് അവിടെ അങ്ങനെ ഇരിക്കും. ഒരു 9:30 വരെ ഞാൻ അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. കാരണം ഇത്രയും നേരം നമ്മൾ കുറേ ജോലികളൊക്കെ ചെയ്ത കാരണം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് മുറ്റത്തൊക്കെ ഒന്ന് നടന്നിട്ടാണ് പിന്നെ അകത്തോട്ട് പോവുക. അങ്ങനെ നമ്മുടെ റെസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലീനിങ് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. സമയം ഒരു 9:15 ആയിട്ടുണ്ട്. അപ്പോൾ 9:30 മുതൽ ഒരു 10 മണി വരെയൊക്കെയാണ് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സമയം. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തിരക്ക് വന്നാൽ ചിലപ്പോൾ സമയം നീണ്ടു പോവാം. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം തന്നെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗസ്റ്റ് വന്നപ്പോൾ എന്ത് പറ്റി വെച്ചാൽ നമ്മുടെ ടൈം അവിടെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ക്ലോക്കിൽ എന്താ സമയം കാണിക്കാത്തതെന്നൊക്കെ. ചിലപ്പോൾ ക്ലോക്കിൽ സമയം കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയവും അതോടൊപ്പം തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇടയിൽ കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം നടക്കുകയാണെങ്കിൽ അതും തന്നെ വീഡിയോയിൽ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു സമയമാണ് ഞാൻ പറയണത്. അല്ലാതെ ഒരു ലൈവ് വീഡിയോ പോലെ ചെയ്യുന്നതെല്ലാം റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ടൈമാണ് ഞാൻ സാധാരണ ഒരു ദിവസത്തിൽ പണികളൊക്കെ ചെയ്യാനെടുക്കുന്നത്. ചിലപ്പോൾ ഇതിൽ കുറച്ച് സമയം മതിയാവും, ചിലപ്പോൾ ഇതിൽ കൂടുതൽ സമയവും വേണ്ടി വരാറുണ്ട്. ഏകദേശം ഒരു ടൈമിങ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സ്പീഡ് പോലെ ഇരിക്കും. ഓരോരുത്തർ ജോലി ചെയ്യുന്നതിന് ഓരോ സ്പീഡ് ഉണ്ടല്ലോ. ചിലർ ചെയ്യുന്നതിൻ്റെ വൃത്തി ചിലപ്പോൾ നന്നായി ആവണമെന്നുള്ളവർ ഈ ഒരു ടൈമൊന്നും പോരായിരിക്കും. അപ്പം ഞാനൊരു ആവറേജ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഓവറുമല്ല വല്ലാതെ കുറവല്ല, ഒരു ആവറേജിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ പറയുന്ന ടൈമൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമുക്ക് മക്കളുടെ റൂമിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടുത്തെ ഷീറ്റ് മാറ്റേണ്ട ദിവസമാണ്. ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റാറുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ മാറ്റി ഒരു 2 ബെഡ്ഷീറ്റ് 2 റൂമിലും ഷീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ അത് മെഷീനിൽ വാഷ് ചെയ്യാണ് ചെയ്യാറ്. അതുപോലെ ഇവിടെയുള്ള ബ്ലാങ്കറ്റ്, അത് കനം കുറഞ്ഞ മോഡലൊരു ബ്ലാങ്കറ്റ് ആയതുകൊണ്ട് അതും ഇങ്ങനെ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നോക്കിയിട്ട് എടുത്തിട്ട് വാഷ് ചെയ്യും. വെയിലില്ലെങ്കിൽ പണി കിട്ടും, ഉണങ്ങിയില്ലെങ്കിൽ ഭയങ്കര മണവും. അപ്പോൾ അതുകൊണ്ട് ഇത് കട്ടിയുള്ളതുകൊണ്ട് തന്നെ വെയിലുള്ള ദിവസം നോക്കി അത് കഴുകിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റൂമും കൂടി ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയില്ലേ, നമ്മുടെ എല്ലാ റൂമുകളിലും അത്യാവശ്യം സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അടിക്കാനായിട്ടെല്ലാം മാറ്റി അടിക്കാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റാവുന്ന ഐറ്റംസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അടിച്ചെടുക്കുകയാണ്. പിന്നെ മാസത്തിലൊരിക്കലും നല്ലതായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴാണ് എല്ലാതൊക്കെ എടുത്ത് നീക്കി അടിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ അടിക്കലൊന്നും നടക്കില്ല. എനിക്കറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ള. കാരണം ചിലവരൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. ഞാൻ വിചാരിക്കും ഞാൻ ചെയ്യണത് അത്രയ്ക്കും വൃത്തിയൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ, മോശമാണോ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഓരോ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് ചെയ്യാത്ത പണികൾ കുറേ ചെയ്ത് കാണിച്ചിട്ട് ഞാനിത് എല്ലാ ദിവസവും ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ നമ്മൾ കിച്ചണും കൂടി അടിച്ച് വാരിയൊക്കെ ഇട്ടിട്ടുണ്ട്. കിച്ചൺ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് അടിച്ച് വാരി ചിലപ്പോൾ തുടക്കേണ്ടേക്ക് വരാറും. കാരണം ബ്ലാക്ക് കളറുള്ള നമ്മുടെ ഫ്ലോർ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടി പിടിച്ച പെട്ടെന്ന് അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിങ്ങനെ സമയമൊന്നുമില്ല. എനിക്ക് എപ്പോഴാണ് തോന്നണേ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ അടിച്ചിടാറുണ്ട്. എന്തായാലും നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മക്കളുടെ റൂമിലുള്ള ഷീറ്റ് മാറ്റണം, അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്ന് വേഗം തന്നെ വിരിച്ച് അവിടെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഫ്രഷ് ഫീലാണ്. ഷീറ്റ് റൂമിൽ മാറ്റുമ്പോൾ തന്നെ ഇല്ലേ നല്ല രസമാട്ടോ. പുതിയ ഷീറ്റിന് നല്ലൊരു സ്മെല്ലല്ലേ. അപ്പോൾ എനിക്കതിങ്ങനെ വിരിച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ ഇതിങ്ങനെ വിരിച്ച് കഴിയുമ്പോൾ എനിക്ക് ചാടി കയറി എന്താ പറയുക ചാടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോഴും ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചാടാനും ഇഷ്ടമില്ല, കാരണം നല്ല ഭംഗിയിൽ ഇങ്ങനെ വെച്ചിരിക്കില്ല. അപ്പോൾ അത് നശിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വിരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടം. മക്കൾക്കും അങ്ങനെ ഇനിയാട്ടോ എൻ്റെ പോലെ തന്നെ. അവർ വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ബെഡ് മോടിച്ചാടി കയറി വരും. കാരണം ഷീറ്റ് മാറ്റി എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ സാധാരണ ഒരു 10 മണി 10:15 കൂടി എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആവലൊക്കെ പതിവ്. പക്ഷേ ഇന്ന് 10:30 കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ 10:30 കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 11 മണിയായിട്ടായിരിക്കും ഞാൻ ഇനി വീഡിയോയുടെ പണികളൊക്കെ ചെയ്യാനിരിക്കുക. അല്ലെങ്കിൽ ഒരു 10:30 ആകുമ്പോഴേക്കും ആ പണികളൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കാറുണ്ട്.
അപ്പോൾ എന്തായാലും ഞാൻ പണികളൊക്കെ കഴിഞ്ഞു. പുറത്ത് നല്ല ക്ലൈമറ്റ് ആട്ടോ ഇപ്പോഴത്തേക്ക്, നല്ല ഇഷ്ടമാണ്. ചെറിയൊരു കാറ്റുണ്ട്, എന്നാൽ വെയിലുണ്ട് എന്ന് പറയാം, പക്ഷെ ഭയങ്കര അസഹ്യ ചൂടുമില്ല. അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേക ക്ലൈമറ്റ് എന്ന് പറയാം. പക്ഷെ അസുഖങ്ങൾ വരികയും ചെയ്യും കാറ്റൊക്കെ ഉള്ള കാരണേ. വീഡിയോയുടെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനിരിക്കുന്ന നേരത്താണ് ഞാൻ ഓർത്തത്, അയ്യോ തുണികൾ മുകളിൽ കുറച്ച് ദിവസം അലക്കിയിട്ട് കിടക്കുന്നുണ്ട്, അതെല്ലാം ഒന്ന് എടുത്ത് മടക്കണമല്ലോ എന്ന്. അപ്പോൾ തുണികൾ ഇങ്ങനെ അലക്കിയെല്ലാം കറക്റ്റായിട്ട് വെക്കും, പക്ഷെ മടക്കി വെക്കലാണ് ചില നേരത്ത് മടി തോന്നുക. എനിക്കത് കാണുമ്പോൾ തോന്നും 1 മണിക്കൂർ എടുക്കണ പണി പോലെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നും, അത്രയും മടി തോന്നും. പക്ഷേ മടക്കാൻ ആകെ ഒരു 10 മിനിറ്റ് വേണ്ടി വരുള്ളൂ, 10 മിനിറ്റ് ഉള്ളൂ. അത് മടക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് അതൊക്കെ എടുത്ത് വെക്കാം. എന്നാലും ചില സമയത്ത് മടി നമുക്ക് തോന്നിപ്പിക്കും, ഈ പണി ഭയങ്കര വലുതാണ്, ഇപ്പോൾ ഇത് ചെയ്യേണ്ട, നമുക്കിപ്പോൾ വേറെ വല്ലതും ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു പണി വേഗം ചെയ്ത് തീർത്തിട്ട് വീഡിയോയുടെ ഈ ഒരു എഡിറ്റിങ്ങിന് ഇരിക്കാം. കാരണം അതങ്ങനെ ഇരുന്നാൽ പിന്നെ ഇടയിൽ വേറെ കാര്യങ്ങൾക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ ആ ഒരു ഫ്ലോ അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എഡിറ്റിങ്ങിന് ഇത് കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 11 മണി മുതൽ ഒരു 1 മണി വരെ ഇതിങ്ങനെ ഇരുന്ന് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. കാരണം സമയം പോണത് അറിയില്ല, അതിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നേരം പോണത് അറിയില്ല. പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേറെ മിസ്റ്റേക്ക് കാണുമ്പോൾ നമ്മൾ അത് ചെയ്യാനിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ടൈം പോണതേ അറിയാത്തൊരു കാര്യമാണ് എഡിറ്റിങ്. കുറേ ടൈം ഇങ്ങനെ എടുക്കും ഓരോന്ന് ഇങ്ങനെ നോക്കി ചെയ്യാനായിട്ട്. പക്ഷേ പലപ്പോഴും അത് വൃത്തിയായിട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ കമൻസ് പറയുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഇത്തിരി സമയം എഫേർട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായില്ലോ എന്ന് ഞാൻ വിചാരിക്കാറ്. എനിക്കിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരുപാട് വലിച്ച് നീട്ടി ചെയ്യുന്നൊരു പ്രകൃതിയില്ല. പെട്ടെന്ന് ഷോർട്ട് ആൻഡ് ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വ്ളോഗിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ മാക്സിമം ഉള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി കാണിക്കാനാണ് എനിക്കിഷ്ടം വീഡിയോസിൽ കൂടെ. അപ്പോൾ അങ്ങനെ ഒരു 12:45 ഞാൻ നിർത്തി, ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. കുറേ നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന കാരണം എന്തോ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് 1 മണിയായപ്പോൾ ലഞ്ച് കഴിക്കുകയാണ്. ലഞ്ച് കഴിക്കേണ്ടപ്പം തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു മൂവി. അപ്പോൾ അത് ഞാൻ ഫുള്ളൊന്നും കാണാനിരുന്നില്ല, ഒരു 2 മണി വരെയൊക്കെ ഞാൻ സിനിമ കാണാനിരിക്കാറുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യാതിരുന്ന സമയത്തുണ്ടല്ലോ, ഈ സമയത്തൊക്കെ ഞാൻ TV ഒക്കെ കണ്ട് അവിടെ അങ്ങനെ ഇരിക്കും, മക്കൾ ക്ലാസ് വിട്ട് വരുന്ന ഒരു ഫ്രീ ടൈം ആയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, ഈ മക്കൾ വരുമ്പോഴേക്കും വീഡിയോയുടെ പണികൾ വേഗം അവസാനിപ്പിച്ച് വെക്കുക എന്നാണ് ഞാൻ വിചാരിക്കുക. കാരണം മക്കൾ വരുമ്പോൾ ഇതിൻ്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ പിന്നെ അവരും സംസാരിക്കാൻ വരുമ്പോഴും അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കണമെങ്കിലും ഞാൻ ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അവരും അത് നോക്കി ഇങ്ങനെ വരും. അതുകൊണ്ട് പരമാവധി ഞാൻ വേഗം ഈ ഫ്രീ ടൈമിൻ്റെ ഇടയിലൊക്കെ ഈ പണികൾ അവസാനിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമ്മളിതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്ററാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്യാൻ തന്നെ പറയാം. ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലെ കുറേ പാഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്കിനി കുറേ കൂടി പണികൾ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആയിരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.